ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. സക്സസിനായി, ജീവിതത്തിൽ വിജയിക്കാനായി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണിത്. എനിക്ക് വളരാൻ സാധിക്കും, എന്നിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന മനോഭാവമുള്ളവർക്കേ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചിലരാകട്ടെ വിശ്വസിക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണുള്ളത്, എനിക്ക് ഇത്ര കഴിവുകളാണുള്ളത്, എനിക്കിത്ര ബുദ്ധിയേ ഉള്ളൂ, അതിനനുസൃതമായ കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. എന്നാൽ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, അതായത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ജീവിതത്തിൽ മുന്നേറുക പ്രയാസകരമാണ്. ഇന്നത്തെ ചർച്ചാ വിഷയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. ഡോക്ടർ കാരൽ ഡ്വെക്ക് നീണ്ട കാലം അച്ചീവ്മെന്റിലും സക്സസിലും മോട്ടിവേഷനിലും അതുപോലെ മൈൻഡ് സെറ്റിലും നടത്തിയ പഠനത്തിലൂടെ കണ്ടെത്തിയ വാക്കുകളാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഇത് ആളുകൾ തങ്ങളുടെ ബുദ്ധിയെക്കുറിച്ച്, പഠിക്കുവാനുള്ള കഴിവിനെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ വിവരിക്കുന്നു. നമ്മിലൂടെ അറിഞ്ഞും അറിയാതെയും കടന്നു പോകുന്ന ചിന്തകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് ജീവിതത്തിൽ ഇംപ്രൂവ് ചെയ്യുവാൻ, മെച്ചപ്പെടുവാൻ വളരെ പവർഫുൾ ആണെന്ന് കാരൽ ചൂണ്ടിക്കാണിക്കുന്നു. അവ നമുക്ക് എന്തു വേണം, അവ നേടിയെടുക്കുന്നതിൽ നമ്മൾ വിജയിക്കുമോ എന്നതെല്ലാം തീരുമാനിക്കുന്നു. നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് അറിയാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്നാണ് വരുന്നത്. ഇത് നമ്മുടെ വളർച്ചയ്ക്കോ തകർച്ചയ്ക്കോ കാരണമാകുന്നു. എൻ്റെ പേഴ്സണാലിറ്റിയെ മാറ്റുക സാധ്യമല്ല, എൻ്റെ പ്രത്യേകതകൾ അത് അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയും തെറ്റുകളിൽ നിന്നും പഠിക്കാതിരിക്കുകയും അങ്ങനെ അതേ വ്യക്തിയായി തുടരുകയും ചെയ്യും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നമ്മെ പ്രേരിപ്പിക്കും. കാര്യങ്ങൾ ശരിയായി പോകാത്ത സമയത്തും സ്ട്രെച്ച് ചെയ്യുവാൻ, വളരുവാൻ, അതിനോട് ഒട്ടി നിൽക്കുവാനുള്ള താല്പര്യം ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ഹോൾമാർക്കാണ്, മുഖമുദ്രയാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പിടിച്ചു നിൽക്കുവാനും വളരുവാനും ഇതവരെ സഹായിക്കുന്നു. കാരൽ ഡ്വെക്ക് പറയുന്നു, നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളും വായിക്കാറുണ്ട്. ഉദാഹരണമായി സക്സസ്ഫുള്ളായ വ്യക്തികളുടെ 10 സീക്രറ്റ്സ്. അവ പലപ്പോഴും പല യൂസ്ഫുള്ളായ ടിപ്സും തരുന്നതാണ്. എന്നാൽ ഇവയെല്ലാം സംയോജിപ്പിച്ച് എങ്ങനെ അവരെ പോലെ ആകാമെന്ന് നമുക്കതിൽ നിന്നും വ്യക്തമായ അറിവ് കിട്ടുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് ഇൻസ്പയർഡായ ശേഷം പഴയ അവസ്ഥയിലേക്ക് തന്നെ അതുകൊണ്ട് തിരിച്ചു വരുന്നു. എന്നാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഡോട്ട്സിനെ, ബിന്ദുക്കളെ കൃത്യമായി യോജിപ്പിച്ച് അങ്ങനെ വ്യത്യസ്തമായ ചിന്തകളും ആക്ഷൻസും എടുക്കുവാനും തികച്ചും വ്യത്യസ്തമായ പാതയിലൂടെ ജീവിതത്തിൽ മുന്നേറുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിക്കും ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകുന്നത് വേദനാജനകമായിരിക്കും. എന്നാൽ ഈ തോൽവികളാൽ സ്വയം ഡിഫൈൻ ചെയ്യുവാൻ, നിർവചിക്കുവാൻ അനുവദിക്കാതെ അതിനെ അഭിമുഖീകരിക്കുവാനും അതിൽ നിന്നും പഠിക്കുവാനും അയാൾ ശ്രമിക്കുന്നു. കാരൽ അവർ നടത്തിയ ഒരു പഠനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും അല്പം പുറത്തേക്ക് കടക്കുമ്പോൾ, അല്പം പ്രയാസകരമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തലച്ചോറിലെ ന്യൂറോൺസ് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുകയും അവ സ്ട്രോങ്ങർ ആവുകയും അങ്ങനെ അവർ കൂടുതൽ മിടുക്കരാവുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ച കുട്ടികൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പഠിക്കാത്ത കുട്ടികളെ അപേക്ഷിച്ച് മികച്ച ഗ്രേഡ്സ് കിട്ടാൻ കാരണമായെന്ന് കാരോളും ടീമും കണ്ടെത്തി. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരക്കണക്കിന് കുട്ടികളിൽ, പ്രത്യേകിച്ചും പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികളിൽ എത്ര സഹായകരമായിരുന്നുവെന്ന് കാരൽ പല ആവർത്തി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യുവാൻ, എഫേർട്ട് എടുക്കുവാൻ ശ്രമിക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണ്? പരിശ്രമത്തിലൂടെയും ഡെഡിക്കേഷനിലൂടെയും സമയമെടുത്ത് നമ്മുടെ കഴിവുകളും ഇന്റലിജൻസും വളർത്തിയെടുക്കാൻ, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്ത വ്യക്തി സ്വയം മതിലുകൾ സൃഷ്ടിക്കുകയും സ്വന്തം പേഴ്സണൽ ഗ്രോത്തിന് തടസ്സം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുന്നത് പ്രധാനമായി കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സക്സസിലേക്ക് നയിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓരോ എക്സ്പീരിയൻസുകളും വളരുവാനുള്ള അവസരമായി കാണാൻ തുടങ്ങുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ആർജിച്ചെടുക്കുകയും ചെയ്യുന്നു. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്
വളർത്തിയെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഇത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുന്നതിൻ്റെ തുടക്കം എന്നത് തിരിച്ചറിവാണ്. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായ നമ്മുടെ പല വിശ്വാസങ്ങൾ, ഭയങ്ങൾ, ചലഞ്ചിങ് ആയ കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്ന സ്വഭാവം, ഫീഡ്ബാക്കുകളോടുള്ള നമ്മുടെ നെഗറ്റീവായ പ്രതികരണം എന്നിങ്ങനെയുള്ളവയെ ആദ്യം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മനഃപൂർവ്വം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാമെന്ന് ഇനി നോക്കാം. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്നും കോൺഷ്യസ് ആയ എഫേർട്ടും പ്രാക്ടീസും സ്വയം വിചിന്തനവും ആവശ്യമാണ്. ഒന്നാമതായി നമ്മുടെ തന്നെ ഫിക്സഡായ, മാറ്റാതെ തുടരുന്ന ചിന്താഗതികളെ തിരിച്ചറിയുന്നത്. ഞാൻ അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അതാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ തുടരുവാനുള്ള നമ്മുടെ പ്രവണതയെയാണോ ഇവ കാണിക്കുന്നതെന്ന് സ്വയം വിചിന്തനം നടത്താം. രണ്ടാമതായി ചലഞ്ചുകളെ സ്വീകരിക്കുക, തോൽവികളെ ഭയപ്പെടാതിരിക്കുക. നമുക്ക് അല്പം പ്രയാസകരമായി തോന്നുന്ന നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും അല്പം പുറത്തുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുക. അവയെ ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ ഒരു രഹസ്യത്തെ കണ്ടെത്തുന്ന മനോഭാവത്തിൽ ഫേസ് ചെയ്യാം. തോൽവികൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്നും പഠിക്കുവാനും വളരുവാനും നമുക്ക് ശ്രമിക്കാം. മൂന്നാമതായി പരിശ്രമത്തെ വിലമതിക്കുക. പരിശ്രമിക്കുമ്പോൾ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കാര്യമായ പുരോഗതി കണ്ടില്ലെങ്കിൽ പോലും ഒരു പരിശ്രമവും വേസ്റ്റായി പോകുന്നില്ല എന്ന് മനസ്സിലാക്കാം. അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ പരിശ്രമിക്കുന്ന കാര്യം നമ്മെ ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും സഹായിക്കുന്ന പ്രവൃത്തിയാണോ എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. നാലാമതായി എപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഏതെങ്കിലും ഡിഗ്രി എടുക്കുന്നതോ ഒരു കോഴ്സ് ചെയ്യുന്നതോ അല്ല ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ക്യൂരിയസ് ആവുക, പുതിയ അറിവുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, സ്വയം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് സന്തോഷം നൽകുന്ന, ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന, താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ. അഞ്ചാമതായി സ്ഥിരോത്സാഹം വളർത്തിയെടുക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ കഠിനമായി തോന്നുമ്പോഴും പേഴ്സിസ്റ്റൻ്റായി സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പിന്മാറാതെ ചെയ്യുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുവാൻ പരിശ്രമിക്കാം. വലിയ വിജയങ്ങൾ സമയവും പരിശ്രമവും ആവശ്യപ്പെടുന്നവയാണെന്ന് മനസ്സിലാക്കാം. റിസൾട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അതിലേക്കുള്ള യാത്രയെ വിലമതിക്കുവാനും എൻജോയ് ചെയ്യുവാനും ശ്രമിക്കാം. ഓരോ കൊച്ചു വിജയങ്ങളെയും സെലിബ്രേറ്റ് ചെയ്യുവാനും മറക്കരുത്. ആറാമതായി കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കുകൾ അന്വേഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം. നമ്മെ വളരാൻ സഹായിക്കുന്ന ഫീഡ്ബാക്കുകളെ ആക്സെപ്റ്റ് ചെയ്യുവാനും അതിനനുസൃതമായി ആക്ഷൻസ് എടുക്കുവാനും ശ്രമിക്കാം. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വളരുവാനും സഹായിക്കും. നമ്മെ സഹായിക്കുവാൻ സാധ്യതയുള്ള മെൻറ്റേഴ്സിനെയും കോച്ചുകളെയും സഹപ്രവർത്തകരെയും നല്ല സുഹൃത്തുക്കളെയും കണ്ടെത്താൻ ശ്രമിക്കാം. ഏഴാമതായി ഗ്രോത്ത് മൈൻഡഡ് ആയ ആളുകളുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളെ കൂടെ കൂട്ടുമ്പോൾ അത് നമ്മുടെ യാത്രയിൽ കൂടുതൽ പ്രചോദനം നൽകും. കൂടാതെ അവർക്ക് നമ്മെ സപ്പോർട്ട് ചെയ്യാനും ഉപദേശങ്ങൾ നൽകാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. അതുകൂടാതെ അവർ പല കാര്യങ്ങളിലും എങ്ങനെയാണ് സക്സസ്ഫുൾ ആയത്, അവർ ഉപയോഗിച്ച സ്ട്രാറ്റജീസ് ഏതെല്ലാം, അവയെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നെല്ലാം നമുക്ക് പഠിക്കാനും സാധിക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആർജിച്ചെടുക്കുന്നത് പ്രൊഫഷണലായി മാത്രമല്ല പേഴ്സണലായ മേഖലയിലും വളരെയധികം സഹായകരമാണ്. പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാനും തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള റെസിലിയൻസും സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഊർജവും അത് നൽകും. തീർച്ചയായും ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുന്നതിന് സമയവും പരിശ്രമവും ആവശ്യമാണ്. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയും.